നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. PM ശ്രീ പദ്ധതിയിൽ നിലപാട് കടുപ്പിച്ച് CPI യുവജന സംഘടനകളും KSUവും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടനകളുടെ പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. മന്ത്രി ശിവൻകുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയിലും പ്രതിഷേധം ആവർത്തിച്ച് ബിനോയ് വിശ്വം. ധാരണാപത്രം റദ്ദാക്കണമെന്ന് MA ബേബിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം D രാജ. ഒപ്പുവെച്ചത് കച്ചവടവൽക്കരണം തടയുമെന്ന ഉറപ്പിലെന്ന് MA ബേബി. സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നും CPM ജനറൽ സെക്രട്ടറി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തുന്നു. പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണക്കട്ടികൾ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി. മുരാരി ബാബുവിന്റെ കസ്റ്റഡി അപേക്ഷയിൽ ചൊവ്വാഴ്ച തീരുമാനം. ലത്തീൻ സഭ കൊച്ചി രൂപതയ്ക്ക് പുതിയ ഇടയൻ. ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ ബിഷപ്പായി തെരഞ്ഞെടുത്തു. വത്തിക്കാനിൽ പ്രഖ്യാപനം. പാക് അതിർത്തിയിൽ 10 ദിവസം നീളുന്ന സൈനികാഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യ. 3 സേനകളും പങ്കെടുക്കുന്ന തൃശൂൽ പ്രകടനം നടക്കുക സർ ക്രീക്ക് മുതൽ ഥാർ മരുഭൂമി വരെ. വ്യോമപാത ഒഴിവാക്കാൻ വൈമാനികർക്ക് നിർദ്ദേശം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 200 മീറ്റർ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ പാലക്കാടിന്റെ ആൻവിക്ക് മെയ്റ്റ് റെക്കോർഡോട് സ്വർണം. റെക്കോർഡ് തിരുത്തുന്നത് 38 വർഷത്തിന് ശേഷം. ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. അത്ലറ്റിക്സിൽ പാലക്കാട് മുന്നിൽ. സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് 9 വിക്കറ്റിന്. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി, വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. പരമ്പര 2-1 ഓസ്ട്രേലിയയ്ക്ക് സ്വന്തം. വിശദമായി നോക്കാം. PM ശ്രീ പദ്ധതിയിൽ നിലപാട് കടുപ്പിച്ച് CPI യുവജന സംഘടനകളും KSUവും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടനകൾ പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AYF, AISF സംഘടനകൾ സംയുക്തമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഏകപക്ഷീയ തീരുമാനവുമായി വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ടു പോയാൽ കേരളത്തിന്റെ തെരുവിൽ മന്ത്രിയെ നേരിടുമെന്ന് AYF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI. ധാരണാപത്രം റദ്ദാക്കണമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ. CPM ഇക്കാര്യം പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് MA ബേബിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ പറഞ്ഞു. ഒപ്പുവെച്ചത് കച്ചവടവൽക്കരണം തടയുമെന്ന ഉറപ്പിന്മേലെന്ന് MA ബേബി പറഞ്ഞു. സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നും MA ബേബി വ്യക്തമാക്കി. CPM-ഉം CPI-യും ഒരുമിച്ച് ചർച്ച നടത്തണം. അതാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. We have asked our party CPI in Kerala to discuss the issue with CPM in Kerala. I have been told by Kamal Reddy, he has asked his own party CPM to talk to CPI and discuss the issues and try to find a solution. And we are hopeful our two parties will discuss and will try to find a solution. ഞങ്ങളുടെ 2 പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPI-യുടെയും CPI-എമ്മിൻ്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. കച്ചവടവൽക്കരണത്തിന്റെ പിടിയിൽ നിന്നും തടുത്തു നിർത്താൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിയും. ആ ഉറപ്പോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് CPI സുഹൃത്തുക്കൾക്ക് ഉത്കണ്ഠയുണ്ട്. PM
ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും സംസ്ഥാന സെക്രട്ടറി തങ്ങളുടെ ഉറച്ച നിലപാട് ആവർത്തിച്ചു. നിലപാടിൽ മാറ്റമില്ലെന്നും കൂടിക്കാഴ്ച കൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി GR അനിലും പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPIയുടെ കടുത്ത എതിർപ്പിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയിൽ മന്ത്രി GR അനിലും പങ്കെടുത്തു. 3 ദിവസത്തിനുള്ളിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് സംബന്ധിച്ച കാര്യത്തിൽ CPM നിലപാട് അറിയിക്കണമെന്നാണ് CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം അറിയിച്ചത്. ഇതേ തുടർന്നാണ് ആദ്യ ദിനം തന്നെ മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തിയത്. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഞാൻ ബിനോയ് വിശ്വ സ്ഥാപനം കാണാൻ വന്നു. GR അനിൽ മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നാൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മന്ത്രി GR അനിൽ പറഞ്ഞു. മുന്നണി മര്യാദ ലംഘിച്ചുള്ള CPMന്റെ നീക്കത്തെ CPIയുടെ മുഖപത്രമായ ജനയുഗവും മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഫാസിസ്റ്റ് അജണ്ടയാണെന്നും RSS പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ചർച്ചയുടെയും സമവായത്തിന്റെയും സാധ്യതകൾ ഇല്ലാതായതായും ജനയുഗം വിമർശിക്കുന്നു. അതേസമയം CPM നീക്കത്തിനെതിരെ AYFും AISFും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയണം. മുന്നണിയിലും ക്യാബിനറ്റിലും വിഷയം ചർച്ച ചെയ്തില്ല. തിടുക്കപ്പെട്ട് 16-ാം തീയതി തന്നെ PM ശ്രീയിൽ ഒപ്പുവെച്ച് മന്ത്രിസഭാ അംഗങ്ങളെ അടക്കം കബളിപ്പിച്ചു എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത്, വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത്. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണെന്നും കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ മാതൃഭാഷ പഠിപ്പിക്കണമെന്നേയുള്ളൂ. പല സ്കൂളുകളും തിളങ്ങുന്നുവെന്ന് സർക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണെന്നും ജോർജ് കുര്യൻ തൃശ്ശൂരിൽ പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. 1976 42-ാം ഭരണഘടന അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിലാണ്. അതായത് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയേ ചെയ്യുള്ളൂ കേന്ദ്രം. PM ശ്രീയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് PM ശ്രീയിൽ എല്ലാവർക്കും അറിയാം 5+3+3+4 അതാണ് അതിൻ്റെ രീതി. കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ 4 വർഷം വൈകിയതിന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാപ്പ് പറയണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പണം വാങ്ങും, പക്ഷേ നയം നടപ്പാക്കില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന തെറ്റാണെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേരളം ശരിയായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരു അപാകവുമില്ല, ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു, NEPയിൽ എന്താണ് കുഴപ്പമെന്ന് പരസ്യമായി സമ്മതിച്ചതിലൂടെ കഴിഞ്ഞ 4 വർഷം ഇത് തടസ്സപ്പെടുത്തിയതിലുള്ള തെറ്റായ കാര്യം ജനങ്ങളോട് തുറന്നു പറയാനും വിദ്യാഭ്യാസ സമൂഹത്തോട് അത് മാപ്പ് പറയാനും ഈ സർക്കാർ തയ്യാറാവണം, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവണം എന്നുള്ളതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുമെന്നും സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടും സ്വീകരിക്കില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന പദ്ധതിയല്ല ഇത്. PM ശ്രീ വഴി കേരള സർക്കാർ ഉണ്ടാക്കിയ നയങ്ങളിൽ സർക്കാരിന് ദോഷം ചെയ്യുന്നതുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യും. അതുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് തുടർ നിലപാട് എന്ത് എന്നുള്ളത് അതിനുശേഷം തീരുമാനമെടുക്കും. ഈ പ്രശ്നം
പരിഹരിക്കാൻ സഹായകരമായ നിലപാടാണ് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നണിയുടെ അനുമതിയില്ലാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ ഇന്നുണ്ടായി. അതിലേക്കിനി 2 പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത് അജണ്ടയായിട്ട് വരികയും ഞങ്ങൾ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇന്നലെ ടൂറിസം മിനിസ്റ്റർ സംസാരിച്ചു, പിന്നെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് സംസാരിച്ചു. ആ കാര്യം സംബന്ധിച്ചും അവർ സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. ആ വിഷയം സംബന്ധിച്ച് സംസാരിച്ചു. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മുന്നണി നേതൃത്വവും ഗവൺമെൻറ് നേതൃത്വവും എടുക്കുന്നത് പൊതു ചർച്ചയിലൂടെയല്ല. അത്തരം ചർച്ചകൾ നടത്താനുള്ള വേദിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഘടകകക്ഷികളിൽ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും. അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ ചർച്ചകൾക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധനന്റെ സ്വർണ്ണക്കടയിൽ നിന്നും കണ്ടെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നഷ്ടപ്പെട്ട സ്വർണത്തിൽ 476 ഗ്രാമാണ് പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നും കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP P ശശിധരന്റെ നേതൃത്വത്തിൽ നടന്ന തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെത്തിയത്. ബംഗളൂരുവിലും ചെന്നൈയിലും എത്തിച്ചും തെളിവെടുപ്പ് തുടരും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിലെത്തിച്ച് സ്വർണം വേർതിരിച്ചതിന്റെ കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണവും അന്വേഷണ സംഘത്തിന് ഇനി വീണ്ടെടുക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബാംഗ്ലൂരുവിലെയും വസതിയിൽ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും 2 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം ദേവസ്വം ബോർഡിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മറ്റു ജീവനക്കാരുടെ വീടുകളിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ഇവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. അടുത്ത ദിവസം മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പേരുടെ പങ്ക് വ്യക്തമാകും. തുടർ ദിവസങ്ങളിൽ ഇവരുടെ അറസ്റ്റും ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വ്യക്തിപരമായി ആഗ്രഹിച്ചാലും സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അയ്യപ്പന്റെ നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുക്കാനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്നെ ബന്ധപ്പെടുത്താനായിരുന്നു പലരും ശ്രമിച്ചത്. അതെല്ലാം പരാജയപ്പെട്ടു. കേസിൽ പ്രതികളായ വിരമിച്ച ജീവനക്കാർക്കെതിരായ നടപടി ഉചിതമായ സമയത്ത് എടുക്കുമെന്നും ദേവസ്വം ബോർഡിന് ഒന്നും മറയ്ക്കാനില്ലെന്നും എല്ലാം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചാൽ തുടരാൻ പറ്റൂലല്ലോ, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല. 2019 ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അക്ഷന്തവ്യമായ അപരാധം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, ആരും അത് ഒളിച്ചു വയ്ക്കുന്നില്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്? ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴല്ലേ, ഞങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുമ്പോഴല്ലേ. അപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായൊരു വീഴ്ച, ആ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വളരെ സന്തോഷകരമാണെന്ന് മന്ത്രി VN വാസവൻ. കൊള്ള ചെയ്തവരെ കണ്ടെത്തി കൽത്തുറങ്കിൽ അടയ്ക്കുമെന്നും സ്വർണം ശബരിമലയിൽ തിരികെ എത്തിക്കുമെന്നും സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്വേഷണം അതിന്റെ നല്ല ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ ഉദാഹരണമാണ് ബംഗളൂരുവിലെ ബെല്ലാരിയിൽ നിന്നും സ്വർണം കണ്ടെത്തിയതെന്നും VN വാസവൻ പറഞ്ഞു. ഇപ്പോൾ കേട്ട വാർത്ത വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്.
മുരാരി ബാബുവിനെ ഈ മാസം 28-ന് ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവ്. റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രൊഡക്ഷൻ വാറന്റ് അടിസ്ഥാനത്തിലാണ് റാന്നി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് ഇയാളിപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന തുടരുന്നു. ശബരിമലയിൽ കാലങ്ങളായി ഭക്തർ സമർപ്പിച്ച അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലാണ്. ഇവയുടെ കണക്കെടുപ്പാണ് പ്രധാനമായും അമിക്കസ് ക്യൂറി നടത്തുന്നത്. തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം സ്മിത്ത്, വിജിലൻസ് SP തുടങ്ങിയവർ അമിക്കസ് ക്യൂറിക്കൊപ്പമുണ്ട്. കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ 2 ദിവസം എടുക്കുമെന്നാണ് സൂചന. നേരത്തെ ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. ലത്തീൻ സഭ കൊച്ചി രൂപതയ്ക്ക് പുതിയ ബിഷപ്പ്. ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് രൂപതാ ബിഷപ്പ്. ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിലാണ് കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പിനെ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിലെ ചാപ്പലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രഖ്യാപനം നടത്തി. കുമ്പളം സെന്റ് ജോസഫ് പള്ളി വികാരിയും കൊച്ചി രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാരിയുമാണ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ. 19 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി രൂപതയിൽ ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, പാക് അതിർത്തിയിൽ 10 ദിവസം നീളുന്ന സൈനികാഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യ. സർക്രീക്ക് മുതൽ ധാർ മരുഭൂമി വരെയാണ് സൈനികാഭ്യാസം. വ്യോമപാത ഒഴിവാക്കാൻ വൈമാനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 സേനാ വിഭാഗങ്ങളും പങ്കെടുക്കും. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് സൈനികാഭ്യാസം. സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത അഭ്യാസങ്ങളിലൊന്നാണിത്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഈ അഭ്യാസം സേനകളുടെ സംയുക്ത പ്രവർത്തനശേഷി, സ്വാശ്രയത്വം, നവീകരണം എന്നിവ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം ഇത് സംഘടിപ്പിക്കുന്നത്. റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന് റിലയൻസ്. ഇന്ത്യയിൽ റിലയൻസ് ആണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നയപരമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കുകയാണെന്ന് റിലയൻസ്. നിലപാടെടുത്ത് എല്ലാ എണ്ണ കമ്പനികളെയും അറിയിക്കണമെന്നാണ് ആവശ്യം. എണ്ണ ഇറക്കുമതിയിൽ ഇരട്ടത്താപ്പ് അനുവദിക്കില്ലെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. UK-യും ജർമ്മനിയും എണ്ണ ഇറക്കുമതി തീരുവയിൽ ഇളവ് ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചിരുന്നു. തോക്കിൻ മുനയിൽ വ്യാപാര കരാർ ഒപ്പുവെക്കാനാവില്ലെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. തൃശൂർ മണ്ണുത്തിയിൽ വൻ കവർച്ച. വ്യാപാരിയുടെ ബാഗ് കവർന്നു. എടപ്പാൾ സ്വദേശിയായ വ്യാപാരിയുടെ 75 ലക്ഷം രൂപ അടങ്ങിയ ബാഗാണ് ഇന്നോവയിലെത്തിയ സംഘം കവർന്നത്. എടപ്പാൾ സ്വദേശിയായ മുബാറക്കിന്റെ പണമാണ് നഷ്ടമായത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് സംഭവമുണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് വരും വഴി വ്യാപാരി മണ്ണുത്തിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു മോഷണം. ബാംഗ്ലൂരിൽ നിന്നും ബസ്സിലെത്തിയ മുബാറക്ക മണ്ണുത്തി ബൈപ്പാസിൽ വന്നിറങ്ങിയ ശേഷം ചായ കുടിക്കുന്നതിനായി പോയപ്പോൾ സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുൻപിൽ ബാഗ് വെക്കുകയായിരുന്നു. ഈ സമയത്താണ് കവർച്ച നടന്നത്. തിരികെ വരുമ്പോൾ തൊപ്പി ധരിച്ച ഒരാൾ വന്ന് ബാഗ് കൊണ്ടുപോകുന്നതാണ് മുബാറക്ക് കണ്ടത്. തുടർന്ന് പിടിവലിയുണ്ടായി. എന്നാൽ മോഷ്ടാവ് മുബാറക്കിനെ തള്ളിയിട്ട ഇന്നോവയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ ഇന്നോവയിൽ സംഘം രക്ഷപ്പെട്ടത്. പിടിവലിയിൽ പരിക്കേറ്റ മുബാറക്ക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചിട്ടിപ്പണവും വാഹനം വിറ്റ പണവുമാണ് മുബാറക്കിന്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. പണമുണ്ടെന്നറിഞ്ഞ ആസൂത്രിത മോഷണമാണ് നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ മണ്ണുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ഓസ്ട്രേലിയക്കെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം. സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഓസീസിന്റെ 237 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മ സെഞ്ചുറി നേടി. വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി. ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 46.4 ഓവറിൽ 236 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. 56 റൺസ് എടുത്ത മാറ്റ് റെൻഷോ ആണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്കായി ഹർഷിത് റാണ 4 വിക്കറ്റ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 200 മീറ്റർ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ പാലക്കാടിന്റെ ആൻവിഎസിന് മീറ്റ് റെക്കോർഡോടെ സ്വർണം. 38 വർഷത്തിന് ശേഷമാണ് റെക്കോർഡ് തിരുത്തുന്നത്. 25.67 സെക്കൻഡിലാണ് ഓടിയെത്തിയത്. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്, ഇപ്പോഴും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പോയിന്റുമായി തിരുവനന്തപുരം മുന്നിട്ട് നിൽക്കുമ്പോൾ അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ മുന്നേറ്റം തുടരുകയല്ലേ?
അമ്പിളി 200 മീറ്ററിൽ റെക്കോർഡുകളുടെ പെരുമഴയായിരുന്നു എന്ന് സംഭവിച്ചത് എന്ന് വേണം പറയുവാൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദിത്യ അജിയാണ്, കോട്ടയം സ്വദേശിയാണ്. ട്രിപ്പിൾ ഗോൾഡാണ് നേടിയിരിക്കുന്നത്. അത്ലറ്റിക്സിൽ ട്രിപ്പിൾ ഗോൾഡ് നേടുന്ന ആദ്യ വ്യക്തി വേഗറാണിയാണ് ആദിത്യ അജി. ആദിത്യ അജി ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ട്രിപ്പിൾ ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ആദിത്യ അജി നമ്മോടൊപ്പം ചേരുന്നു. ആദിത്യ, എങ്ങനെയായിരുന്നു ആ ഒരു പോരാട്ടം? വാക്ക് പറഞ്ഞോളെ തന്നെ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. ഒരു ടൈറ്റ് ഫിനിഷിംഗ് ആണെങ്കിൽ പോലും സ്വർണം നേടാൻ വേണ്ടി കഴിഞ്ഞു. എങ്ങനെ കാണുന്നു ഈ നിമിഷത്തെ? ഞാൻ പ്രതീക്ഷിച്ച 3 മെഡൽ തന്നെയാണ് ഞാൻ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തന്നെ ഉറപ്പിച്ച് വന്ന 3 മെഡൽ തന്നെയാണ്. എൻ്റെ കോച്ചസും പാരൻസും ഫ്രണ്ട്സും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ ഉറപ്പിച്ച മെഡൽ തന്നെയാണ് ഈ 3 മെഡലും. അതുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. 200 ഞാൻ എല്ലാ ഇവൻറ്റും നല്ല കോമ്പറ്റീഷൻ തന്നെയാണ്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റേറ്റ് മീറ്റിലും എനിക്ക് ഏറ്റവും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ഈ മീറ്റാണ്. അതുപോലെ തന്നെ ഞാൻ 200 ടൈറ്റ് കോമ്പറ്റീഷൻ പ്രതീക്ഷയെങ്കിലും ഒരിക്കലും ഞാൻ ഇത്ര ടൈറ്റ് പ്രതീക്ഷയില്ല. കാരണം എനിക്കൊരു ഒറ്റ മൈക്രോ സെക്കൻഡിലാണ് ഫസ്റ്റ് കിട്ടിയത്. പോയിന്ന് വിചാരിച്ചാണ് ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഹഡ്സിലൊരു ഈസി ജയമായിരുന്നു. ഹഡ്സിൽ വളരെ ഈസി ആയിട്ട് ജയിക്കുന്നത് തോന്നി. പക്ഷേ 100 മീറ്ററിൽ അതുപോലെ. പക്ഷേ 200ലേക്ക് എത്തുമ്പോൾ ഒരു വലിയൊരു കോമ്പറ്റീഷൻ, വലിയൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വന്നു അല്ലേ? കാരണം എൻ്റെ മെയിൻ ഇവൻ്റ് എല്ലാം 100ഉം 200ഉം. ഹഡിൽസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഹഡിൽസ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് 200, 100ഉം അങ്ങനെ ഞാൻ അധികം മീറ്റുകളൊന്നും സ്കൂൾ മീറ്റിന് തന്നെ ഞാൻ ഇറങ്ങാറുള്ളൂ. അത് സ്റ്റേറ്റ് മീറ്റ് വരെ ഞാൻ പങ്കെടുക്കാറുള്ളൂ. നാഷണൽസ് പോകുമ്പോഴും പങ്കെടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. കഴിഞ്ഞ തവണ കൊച്ചിയിൽ നടന്ന സ്കൂൾ കായികമേളയിൽ ആ ഒരു പോരായ്മകളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഈ മേളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണല്ലേ? അതെ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഹഡിൽസിൽ ഗോൾഡ് വരികയും ബാക്കി രണ്ടാമത്തെ ഇതേപോലെ തന്നെ സിൽവർ വരികയാണ് ചെയ്തത്. അതെല്ലാം ചെറിയ മൈക്രോ സെക്കൻഡുകൾ വ്യത്യാസം കൊണ്ടാണ് അത് പോയത്. അതെല്ലാം വളരെ വിഷമമായി. അതുകൊണ്ട് ഈ വർഷം അത് എല്ലാം തിരിച്ചു പിടിക്കണമെന്ന കുറച്ച് വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു ഞാൻ ഇതിൽ വന്നത്. പരിശീലനം മുന്നൊരുക്കൊക്കെ എങ്ങനെയായിരുന്നു? പരിശീലനം എല്ലാം സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ. ഞങ്ങൾ സ്റ്റേറ്റ് മീറ്റിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് നാഷണൽസ് പോകുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ് മീറ്റ് അത്ര കോമ്പറ്റീഷൻ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 200 മീറ്ററിൽ വളരെ ടെൻഷനായൊരു മുഖം, ഒരു ടെൻഷനായൊരു അച്ഛനെയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം നമ്മൾ ഉറപ്പിച്ചൊരു മെഡലായിരുന്നു. ഈസിയായിട്ട് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം നമ്മുടെ മുകളിലേക്കുള്ളൊരു വിശ്വാസമാണുള്ളത്. ലാസ്റ്റ് 30 മിനിറ്റ് വന്നപ്പോഴത്തേന് ആൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആൾ ടയർഡായിപ്പോയി. അപ്പോൾ അത് ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയപ്പോഴത്തേക്കും കൈവിട്ട് പോയി എന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ എന്തെങ്കിലും ഒരു വിശ്വാസം, എവിടെയോ ഒരു വിശ്വാസം. കാരണം നമ്മൾ അത്രമേ പ്രാർത്ഥിച്ചു കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു നേട്ടം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 100 നിമിഷം അവർക്ക് ഗോൾഡ് കിട്ടി. ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം നഷ്ടപ്പെട്ടിടന്ന് തിരിച്ചു കിട്ടുന്നത് അതൊരു ഭയങ്കര നേട്ടമാണല്ലോ. ഭയങ്കര സന്തോഷമായി. പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. അതിൽ ഒരു ഇരട്ടി മധുരം കൂടിയില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളോട് 3 ഗോൾഡ് എടുത്ത് ഞാൻ ട്രാക്ക് വിടുകയുള്ളൂ എന്ന് ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ പാലിച്ചു. നമുക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അത് എന്തായാലും സക്സസ് ആയാലും വളരെയധികം സന്തോഷം. അവസാന വർഷമാണല്ലേ ഈ സ്കൂൾ. എങ്ങനെയാണ് ആ ഒരു കോച്ചിങ്? ഞങ്ങൾ നേരത്തെ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചാത്തന്നൂർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ സിന്തറ്റിക്കിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. തിരൂർ സ്റ്റേഡിയമായിരുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മറ്റൊരു ജില്ലയിൽ പോയിട്ട് യാത്ര ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ. അതുപോലെ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ന്യൂട്രീഷൻ, ഇതിലൊക്കെ ഒരുപാട് പോരായ്മകളും പരിമിതികളും. ഞങ്ങൾ എയ്ഡഡ് സ്കൂളിൽ നിന്ന് വന്ന ഒരു അത്ലറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അങ്ങനെയുണ്ട്. ഇത് അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂള് സ്പ്രിൻ്റ് എന്ന് പറയുമ്പോൾ 100, 200 ഹഡിൽ മത്സരങ്ങളിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡാണ്. അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം അത്ലറ്റ്സുകൾ സാധിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 200 ഫൈനലിനകത്ത് നമുക്ക് 5 അത്ലറ്റുകളുണ്ടായിരുന്നു ഫൈനൽ ക്വാളിഫൈ. അതിൽ 3 പേര് മെഡൽ നേടുകയുണ്ടായി. അതുപോലെ 100ലും ഹഡിലും 3 ഗോൾഡ് നേടുകയുണ്ടായി. അപ്പോൾ ആ തലത്തിൽ വന്നാൽ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സ്പ്രിൻ്റ് ചരിത്രം ഞങ്ങൾ മാറ്റിക്കുറിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ വായിക്കുകയുണ്ടായി. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ഷറഫൽ സാറിൻ്റെ ജീവിരാജ്യയിലെ കായിക താരങ്ങളെ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ കിട്ടുന്നില്ല. എയ്ഡഡ് സ്കൂളുകൾ കായിക താരങ്ങളെ സാമ്പത്തികമായിട്ട് കാശ് കൊടുത്ത് തട്ടിക്കൊണ്ടുപോകുന്നു. സയൻറ്റിഫിക് ട്രെയിനിങ് അല്ല അവിടെ നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ വിഷയവുമായി പഠിച്ച് അതിൻ്റെ എവിഡൻസ് എന്താണ് സയൻറ്റിഫിക് ട്രെയിനിങ്, ആ സയൻറ്റിഫിക് ട്രെയിനിങ്ങിൻ്റെ എവിഡൻസ് എന്താണ്, ഇതൊക്കെ ആധികാരികമായിട്ട് പഠനം നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? ഇനിയൊരു ടാർഗറ്റ്? ഇനി ടാർഗറ്റ് ഞാൻ ഇതിൻ്റെ നാഷണൽസ് ഹഡിൽസ് തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ റെക്കോർഡ് ഇടാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയട്ടെ.
ഇതാണ് അമ്പളി 200 മീറ്ററിൽ റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഇന്ന് നടന്നത് എന്നുള്ളതാണ്. അത്ലറ്റിക്സിൽ റെക്കോർഡുകളുടെ ഒരു പെരുമഴ നടക്കുന്നു. 200 മീറ്ററിൽ സീനിയർ ആൺകുട്ടികളുടെ ഓട്ടമത്സരത്തിൽ റെക്കോർഡുണ്ടാകുന്നു. അതുപോലെ തന്നെ ജൂനിയറിൽ റെക്കോർഡുണ്ടാകുന്നു. നിരവധിയായ റെക്കോർഡുകളാണ് 200 മീറ്ററിൽ ഇന്ന് പിറന്നിട്ടുള്ളത്. സ്വാഭാവികമായും പോയിന്റ് നിലയിൽ ഉൾപ്പെടെ അത്ലറ്റിക്സിൽ പാലക്കാടിൻ്റെ കുതിപ്പ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് അവസാന ഘട്ടത്തിൽ പോയിന്റ് നില പരിശോധിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുള്ളൂ. എന്തായാലും ഓവറോൾ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം തങ്ങളുടെ കുതിപ്പ് തുടരുകയാണ്. ആതിഥേയരായ തിരുവനന്തപുരം തങ്ങളുടെ കുതിപ്പ് തുടരുകയാണെന്നുള്ളതാണ്. എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ള ഏതാണ്ട് 38 വർഷവും 37 വർഷങ്ങളെല്ലാം പഴക്കമുള്ള റെക്കോർഡുകളാണ് ഈ മീറ്റിൽ തിരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്പിളി. ശരി, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്. സൂപ്പർ താരം ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും അടുത്ത മാസം കേരളത്തിലേക്ക് എത്തില്ല. മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ലെന്ന് സ്പോൺസർമാരിൽ ഒരാളായ ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു. മെസ്സി വരാത്തതിന് കാരണം ഫിഫ റൂൾസ് മൂലമാണെന്നാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. മാർച്ച് വിൻഡോയിൽ കളി നടത്തണമോ എന്നത് തന്റെ തീരുമാനമാണെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. ഫിഫയുടെ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധാരണയായെന്ന് വിശദീകരിച്ചെങ്കിലും മാർച്ചിൽ കളി നടക്കുമോ എന്ന ഉറപ്പ് ഇപ്പോഴുമില്ല. അല്ല, അത് എന്റെ തീരുമാനമാണല്ലോ. അതിന് നിങ്ങൾ കൈയർത്തണ്ട. ഞാൻ എടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. മറ്റൊരു വിൻഡോയിൽ മത്സരം വന്നേക്കാം. അതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നും കേരളത്തിലേക്ക് വരണ്ട എന്നത് മെസ്സിയുടെയും അർജന്റീനയുടെയും തീരുമാനമല്ലെന്നും വിൻഡോ തന്നത് ഫിഫയാണെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സബ്മിഷൻ നമ്മൾ എടുക്കും. അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. അടുത്ത വിൻഡോ മാർച്ചിലുണ്ട്. ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഫിഫേൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അവർ എഫിനോട് സംസാരിക്കും, ധാരണയാക്കും, കളി അനൗൺസ് ചെയ്യും. അത്ര തന്നെ കാര്യമുള്ളൂ. അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഏത് കാര്യത്തിനകത്ത് അപ്രൂവലിൻ്റെ കാര്യത്തിനകത്ത് അപ്രൂവൽ അവർക്കൊരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പാസ്സാക്കി തരണം. അത് തീരാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ. കേരളത്തിന് മാത്രമല്ല, വേറെ ഒരു സ്റ്റേഡിയത്തിലും ഇല്ല. ഇപ്പോൾ അർജന്റീനയുടെ ടീം അങ്കോളയിലാണ്. അവിടെ നിന്നുള്ള യാത്രാദൂരം ഫിഫ നിബന്ധനയിലെ ദൂരപരിധിക്ക് അപ്പുറമാണ്. 5 മണിക്കൂർ കൊണ്ടെങ്കിലും എത്തണമെന്നതാണ് ഫിഫയുടെ നിബന്ധന. മത്സരം നടക്കുമോ എന്ന് ഉറപ്പില്ലാതെ ടിക്കറ്റ് വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ മറുപടി. ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നത് ഫിഫ അനുമതി കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അനുമതി കിട്ടിയതിന് ശേഷം അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ 25-ാം തീയതി 23, 24 25 ആയിട്ട് അനുമതി കിട്ടും. അങ്ങനെയാണ് 25-ാം തീയതി ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ടിക്കറ്റ് വിൽപ്പന മുന്നേ തുടങ്ങുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തുടങ്ങായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ടിക്കറ്റ് മേടിക്കാത്തത്. അല്ലെങ്കിൽ പൈസ കിട്ടുമായിരുന്നല്ലോ. അല്ല, ആത്മവിശ്വാസം കിട്ടാതെ ഫിഫ കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഫിഫ കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്നേ. നമുക്ക് നോക്കാൻ സമയം കിടക്കല്ലേ. അന്താരാഷ്ട്ര നിലവാരത്തിനപ്പുറമുള്ള മത്സരത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്. ഫിഫ അംഗീകാരത്തിനുള്ള സ്റ്റേഡിയമില്ലെന്നത് യാഥാർത്ഥ്യമാണെന്നും കൊച്ചി, കലൂർ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമെന്നും ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. നവംബറിൽ തന്നെ ടീമിനെ കൊണ്ടുവരാൻ പരിശ്രമം തുടരുന്നു. മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ. 50 കോടിയോളം രൂപ മുടക്കിയാണ് സ്പോൺസർ സ്റ്റേഡിയം നവീകരിക്കുന്നതെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർ കഴിയും. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ കൊടുക്കാൻ. അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അപ്രൂവൽ കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ എന്തോ എഴുതിക്കോ, അതൊന്നും നമുക്കൊരു പ്രശ്നമാണ്. ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി വിളിച്ചു. ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ, 2 ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങുകൾ, 50 റാങ്കിങ്ങിലുള്ള 2 ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നില്ല. നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ. നമ്മളെടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ മെസ്സിയുടെ വരവ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കായിക മന്ത്രി ശ്രമിച്ചുവെന്ന് വി ഡി സതീശൻ. ഇനി മെസ്സി ചതിച്ച ആശാനെ എന്ന് പറയുമോ? വന്നാൽ നല്ലതാണെന്ന് ഇപ്പോഴും പറയുന്നു. എല്ലാം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചാശാനെന്ന് ഞാൻ പറഞ്ഞല്ലേ പണ്ട്. മെസ്സി ചതിച്ചാശാന, മെസ്സി വന്നില്ല. എന്താണ് ഇതൊക്കെ? ഈ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രചരണമാണ്. വന്നാൽ നല്ല കാര്യം. ഞാൻ ഇപ്പോഴും അത്രേ പറയുന്നത്. വന്നാൽ നല്ല കാര്യം. പക്ഷേ ഈ പ്രചരണം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ്.
അത് ഈ മെസ്സി വരുന്നതിന് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവരെ ഏറ്റെടുക്കണം. രാഷ്ട്രീയ പ്രചരണമായി മാറ്റുമ്പോൾ വന്ന നല്ല കാര്യം. 4 ദിവസത്തെ ഇടിവിന് ശേഷം തിരിച്ചു കയറിയ സ്വർണ്ണവില പവന് 920 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില വീണ്ടും 92,000-ന് മുകളിലെത്തി. സംസ്ഥാനത്ത് ഇന്ന് 1 പവൻ സ്വർണത്തിന് 920 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി സ്വർണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നു. ഇന്നത്തെ വർധനവോടെ വില വീണ്ടും 92,000 രൂപയ്ക്ക് മുകളിലെത്തി. 92,120 രൂപയാണ് 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ചൊവ്വാഴ്ച 97,360 രൂപ വരെ 1 പവന് വിലയെത്തിയിരുന്നു. 1 ഗ്രാമിന് 12,170 രൂപയായിരുന്നു വില. എന്നാൽ അന്ന് തന്നെ 16,000 രൂപയുടെ കനത്ത ഇടിവും ഉണ്ടായി. 6,000 രൂപയിലധികമാണ് കഴിഞ്ഞ 3 ദിവസമായി കുറഞ്ഞത്. 18 ക്യാരറ്റ് സ്വർണത്തിന് 90 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, വിനിമയ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചാഞ്ചാട്ടമാണ് സ്വർണ്ണവിലയിൽ പ്രകടമാകുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കാസർഗോഡ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പോരാട്ടം കനക്കും. കടലും കായലും അതിർത്തി പങ്കിടുന്ന തീരദേശ ഗ്രാമപഞ്ചായത്തിൽ UDF-നുള്ള മേൽക്കൈ തകർത്ത് 3 സീറ്റ് വ്യത്യാസത്തിൽ 2020 LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. UDF-ലുണ്ടായ അസ്വാരസ്യങ്ങൾ LDF-ന് വിജയക്കളമൊരുക്കിയിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം ഇത്തവണ കൈപ്പിടിയിലൊതുക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 40 വർഷക്കാലത്തെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത് പഞ്ചായത്തിലെ UDF മേൽക്കോയ്മയാണ്. എന്നാൽ 13 വാർഡുകളുള്ള തീരദേശ ഗ്രാമപഞ്ചായത്തിൽ 2020 UDF കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് LDF നേതൃത്വത്തിൽ CPM ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അസ്വാരസ്യങ്ങളെ മുതലാക്കിക്കൊണ്ടാണ് 3 വാർഡുകൾ പിടിച്ചെടുത്ത് CPM ഭരണത്തിലേറിയത്. 2010 UDF-ന് ഭരണം കിട്ടിയിട്ടും മുന്നണിക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചത് മുതൽ രാഷ്ട്രീയ കാറ്റ് LDF-ന് അനുകൂലമായി പഞ്ചായത്തിൽ CPM മികച്ച രീതിയിൽ ശക്തിപ്പെടുന്നതിന് വഴി തുറന്നു. നിലവിൽ CPM-ലെ VV സജീവൻ പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. തീരശോഷണം നേരിടുന്ന ഗ്രാമപഞ്ചായത്തിൽ കണ്ടലോരം പദ്ധതിയടക്കം നടപ്പാക്കി ഹരിത കേരള മിഷന്റെ സംസ്ഥാനതല പുരസ്കാരമടക്കം നേടിയതിന്റെ നിറവിലാണ് ഭരണസമിതി. തിരഞ്ഞെടുപ്പെടുക്കവേ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ തവണത്തെ ഭരണത്തെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കടൽ തീരത്തിന് ഒരു ഹരിത കവചം എന്നുള്ള രീതിയിലേക്ക് 75,000 കാറ്റാടി തൈകൾ വെച്ച് പിടിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പഞ്ചായത്താണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ദ്രവമാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോക്കേജ് പിറ്റുകൾ മുഴുവൻ വീടുകൾക്കും നിർമ്മിച്ചു നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. കേരളത്തിൽ തന്നെ കണ്ടലോരം എന്നൊരു പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മികച്ച രീതിയിൽ കണ്ടലോരം പദ്ധതി രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതേസമയം അവാർഡുകൾക്ക് വേണ്ടി മാത്രം LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പല പ്രോജക്റ്റുകളും ഉണ്ടാക്കിയെന്നും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF-നകത്തുണ്ടായ അസ്വാരസ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലേറുന്നതിന് ഇടയാക്കിയത്. UDF-ന് മേൽക്കൈയുള്ള ഗ്രാമപഞ്ചായത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുന്ന കാര്യം ഉറപ്പെന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ M അബ്ദുൽ സലാം പറഞ്ഞു. UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ആവിഷ്കരിക്കുന്ന പ്രൊജക്റ്റുകൾ അത് ജനോപകാരപ്രദമായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറയുന്നത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയില്ല, നമുക്ക് വെറും അവാർഡിന് വേണ്ടി മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്രാവശ്യം എന്തായാലും ആകെയുള്ള 14 സീറ്റ്, നേരത്തെ ഇത് 13 ആയിരുന്നു, ഇപ്പോഴത് 14 വാർഡായി മാറിയിട്ടുണ്ട്. 9-10 സീറ്റോളം UDF-ന് ലഭിച്ച് എന്തായാലും ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ന് മുന്നണി എത്തിയിട്ടുണ്ട്.
നടപ്പാക്കിയ വികസന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി CPM ഒരുങ്ങുമ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളിലൂടെ പരാജയപ്പെട്ട കോട്ടകളിലടക്കം വോട്ടുകൾ ഉറപ്പാക്കി വീണ്ടും അധികാരത്തിലേറാനുള്ള ഒരുക്കത്തിലാണ് UDF. അമൃത ന്യൂസ്, കാസർഗോഡ്.